പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ വാഴ്ത്തപ്പെട്ട നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ 3 തലങ്ങളെക്കുറിച്ച് നാം ധ്യാനിച്ചു. നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ മന്ദിരം ഇന്ന് ഈ കൃപായുഗത്തിൽ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും എങ്ങനെ നമ്മുടെ കർത്താവിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തെ എങ്ങനെ വിശുദ്ധമായി സൂക്ഷിക്കാമെന്നും നാം ധ്യാനിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അല്പസമയം നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം ചിന്തിക്കാം. 84-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ വാക്യം നാം ധ്യാനിക്കുമ്പോൾ വാസ്തവത്തിൽ നാം ചെയ്യുന്നത്, ഇന്ന് നാം വളരെ ഭക്തി ബഹുമാനത്തോടെ ആചരിക്കുന്ന വിശുദ്ധ കുർബാന, അതായത് പട്ടത്വ സഭകൾ അതിനെ വിശുദ്ധ കുർബാന എന്ന് പറയും. മറ്റ് ഇവാഞ്ചലിക്കൽ ചർച്ചസും പെന്തിക്കോസ് ചർച്ചസുമൊക്കെ അതിനെ കർത്തൃമേശ, തിരുവത്താഴം, ലോർഡ്സ് ടേബിൾ എന്ന് പറയും. ഇതെല്ലാം ഒന്നു തന്നെയാണെങ്കിലും എന്താണ് അതിൻ്റെ അർത്ഥം, എന്താണ് കർത്താവ് അങ്ങനെ പറയുന്നതിൽ നിന്നും നമ്മെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്, ഇത് നാം അറിഞ്ഞിരിക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത്. അവർക്ക് അവരുടെ ശരീരത്തിന്, അവരുടെ വിശപ്പിന് ആവശ്യമായ ആഹാരം അവർക്ക് നൽകുന്നു. പിന്നീട് പുരുഷാരം അവിടെ വിട്ടുപോയി. പിറ്റേ ദിവസവും ഇവർ കർത്താവിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. കർത്താവിനെ അന്വേഷിച്ച് വരുമ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടൊന്നുമല്ല. എന്തടയാളമാണ്? ഞാൻ ദൈവമാണെന്നുള്ളതിൻ്റെ അടയാളമാണല്ലോ അത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കത്തക്കവണ്ണം ധാരാളം ഭക്ഷണം അവർക്ക് ലഭിച്ചു. തിന്ന് മതിയാവോളം ലഭിച്ചു. 12 കൊട്ട അധികമായിട്ടും ഉള്ളത് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ കർത്താവ് പറയുന്നത്, ഈ അടയാളം നിങ്ങൾ കണ്ടതുകൊണ്ടല്ല, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. എന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല. ഏതാ നശിച്ചു പോകുന്ന ആഹാരം എന്ന് വെച്ചാൽ നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് ആവശ്യമായ ആഹാരം, നമ്മുടെ ശരീരത്തിനത് ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ചല്ല വേവലാതിപ്പെടേണ്ടത്. നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന്. അപ്പോൾ അവർ പിന്നീട് ഒരു ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. എന്താണ്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന്. അതായത് ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ശരീരത്തിന് ആവശ്യമുള്ള ആഹാരവും കിട്ടും, പിന്നെ കർത്താവ് പറയുന്നത് പോലെ നിത്യജീവനായിട്ടുള്ള ആഹാരവും കിട്ടുമല്ലോ. അപ്പോഴാണ് അവരങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതിന് മറുപടി കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണം. ആരാണ് ദൈവം അയച്ചവൻ? യേശു കർത്താവിൻ്റെ കാര്യം, സ്വയമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം യേശു കർത്താവിനെ, ദൈവപുത്രനായ യേശുവിനെ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം മനുഷ്യരാശിയുടെ വിടുതലിനു വേണ്ടിയിട്ട്, അനേകർക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനായിട്ടാണ് യേശു കർത്താവ് വന്നത്. അപ്പോൾ ആ യേശു
കർത്താവിൽ വിശ്വസിക്കുക നിങ്ങൾ എന്നുള്ള കാര്യമാണ്. അപ്പോൾ യേശു കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളിലും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലും എങ്ങനെ കർത്താവിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്നുള്ള കാര്യങ്ങളുമൊക്കെയാണ് കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതായത് ദൈവവചനമാണ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരോട് പറയുന്നത്, പിതാവ് അയച്ചവനിൽ വിശ്വസിക്കുക, എന്നാൽ നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കും. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുകയാണ്, ശരി, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് എന്തടയാളമാണ് ഞങ്ങൾക്ക്? അതായത് യഹൂദന്മാരെപ്പോഴും അടയാളം അന്വേഷിച്ചു കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും അടയാളം വേണം. എന്തിനു വേണ്ടിയിട്ടാണ് അടയാളം വേണ്ടത്? യേശു ദൈവപുത്രനാണെന്നുള്ളതിന്. അതായത് പിതാവ് അയച്ചതാണ് യേശു എന്ന് അവർ വിശ്വസിക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള അടയാളം കാണണം. അപ്പോൾ വാസ്തവത്തിൽ മറ്റ് സിനോപ്റ്റിക് ഗോസ്പൽസിലൊക്കെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതായിട്ട്, മിറക്കിൾസ് ചെയ്യുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ്റെ പുസ്തകത്തിലാണെങ്കിൽ കാനാവിലെ കല്യാണം അടയാളങ്ങളുടെ ആരംഭമായി അവൻ ചെയ്തു എന്നാണ് അവിടെ. അപ്പോൾ അടയാളം എന്തിനാണ്? യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്നതിനുള്ള അടയാളങ്ങൾ. എന്നിട്ട് അവരുടനെ തന്നെ പറയുന്നത് എന്താണ്? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു. നീയാണെങ്കിൽ ഇന്നലെ ഞങ്ങൾക്ക് കുറച്ച് അപ്പമൊക്കെ തന്നു, ഞങ്ങൾ തിന്ന് തൃപ്തരായി. അതൊരു സംഭവം മാത്രമല്ലേ ഉള്ളൂ. എന്നാൽ അവർ പറയുന്നത്, മരുഭൂമിയിൽ മോശ ഇസ്രായേൽ മക്കൾക്ക് ധാരാളം ഭക്ഷണം കൊടുത്തു. അത് പ്രത്യേകിച്ചും മന്ന, അതായത് സ്വർഗത്തിൽ നിന്നും എന്നും അവർക്ക് ഇഷ്ടംപോലെ കഴിക്കത്തക്കവണ്ണം മന്ന കൊടുത്തു. ആ മന്ന 40 വർഷം അവർക്ക് കൊടുത്തു. അപ്പോൾ അതാണല്ലോ ഇതിനേക്കാൾ വലിയ ഒരടയാളം അല്ലേ? അപ്പോൾ നീ എന്തടയാളമായി ഇനി ചെയ്യുന്നത്? നീ ദൈവപുത്രനാണെന്നുള്ളതിന്. അപ്പോൾ കർത്താവ് ഉടനെ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്. പിന്നെ ആരാ തന്നത്? എൻ്റെ പിതാവാണ് ആ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കർത്താവ് പറയുകയാണ്, എന്നാൽ വീണ്ടും നിങ്ങൾക്ക് നിത്യജീവനായിട്ടുള്ള ഒരു അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആരാ? കർത്താവിനെക്കുറിച്ച് സ്വയമായിട്ടുള്ള കാര്യം പറയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്ന നിത്യജീവൻ്റെ അപ്പമായ ഞാനാണ് നിങ്ങൾക്ക് അപ്പമായി, നിങ്ങൾക്ക് ഭക്ഷിപ്പാനായി പിതാവ് തന്നിരിക്കുന്നത്. വീണ്ടും കർത്താവ് അവരോട് പറയുകയാണ്, പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അതായത് കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ വന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എന്നെ അയച്ചത് എന്തിനാണ്? നിങ്ങൾക്ക് ജീവൻ നൽകുവാനും നിത്യജീവൻ നൽകുവാനും. അതായത് ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ് എന്നാണ് കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്. ലൈഫ് ഇൻ അബണ്ടൻസ് എന്ന് വെച്ചാൽ ഒരിക്കലും നിന്നു പോകാത്ത ജീവൻ, എന്നേക്കുമുള്ള ജീവൻ. അതാണ് നിത്യജീവൻ. അതായത് ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാക്യം നമുക്ക് തന്നിരിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. അതിന് മുൻപൊരു വാക്യം പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ. അപ്പോൾ പിച്ചള സർപ്പത്തെ ഉയർത്തി, ആ പിച്ചള സർപ്പത്തെ നോക്കിയവരെല്ലാവരും സർപ്പത്തിൻ്റെ കടിയേറ്റവരാണെങ്കിലും അവരൊക്കെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നു എന്നുള്ള കാര്യം കർത്താവ് അവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്ന, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്
ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഇത് വെറുതെയുള്ള വിശ്വാസമല്ല, ദൈവത്തിലുള്ള വിശ്വാസമെന്ന് മാത്രമല്ല, കാൽവറിയിൽ യാഗമാകാൻ പോകുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിച്ചള സർപ്പത്തെ നോക്കുന്നവരൊക്കെയും അല്ലെങ്കിൽ നോക്കിയവരൊക്കെയും മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നു എന്നുള്ള ആ സൂചന, അത് പ്രതീകാത്മകമായി പഴയ നിയമത്തിൽ തന്നിരിക്കുന്ന ഒരടയാളമാണ്. അതായത് സർപ്പത്തിൻ്റെ കടിയേറ്റവരൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? മോശയോട് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അവിടെ പാളയത്തിൻ്റെ നടുക്ക് നാട്ടുക. ആ സർപ്പത്തെ നോക്കുന്നവരെല്ലാവരും കടിയേറ്റവരാണെങ്കിൽ തന്നെയും അവർ രക്ഷപ്പെടും, അവർ ജീവനിലേക്ക് കടക്കും. അത് കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചുള്ള ഒരു പ്രതീകാത്മകമായ ഒരു അടയാളമാണ് അവിടെ തന്നിരിക്കുന്നത്. അതായത് കാൽവറി ക്രൂശിലേക്ക് നോക്കുമ്പോൾ, അപ്പോൾ കാൽവറിയിൽ എന്താ സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത്? നമ്മുടെ പാപം മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് കാൽവറിയിൽ ക്രൂശിൽ മരിക്കുകയാണ്, തന്നെ യാഗമായി തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചാണ് ആ 14-ാമത്തെ വാക്യം പറയുന്നത്. അതായത് പിച്ചള സർപ്പം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി പാപമായി തീർന്ന കർത്താവിൻ്റെ ഒരു പ്രതീകമാണത്. കർത്താവ് നമുക്ക് വേണ്ടി മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശാപഗ്രസ്തൻ. അപ്പോൾ ആ മരത്തിൽ തൂങ്ങത്തക്കവണ്ണം കർത്താവ് തന്നെത്താൻ യാഗമായി തീർന്നു. എങ്ങനെയാണ് യാഗം? നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ടാണ് അവിടെ ആ കാൽവറിയിൽ യാഗമായി തീർന്നത്. അതിൻ്റെ ഒരു അടയാളം പഴയ നിയമത്തിൽ തന്നിരിക്കുന്നതാണ് പിച്ചള സർപ്പം. കർത്താവ് വീണ്ടും അവരോട് പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമെന്ന് കർത്താവ് അവരോട് പറഞ്ഞപ്പോൾ അവരെ പിറുപിറുക്കാൻ തുടങ്ങി. കാരണം അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഇവൻ സ്വർഗത്തിൽ നിന്ന് വന്നാണോ? നമുക്കറിയാമല്ലോ, യോസേഫിൻ്റെയും മറിയയുടെയും മകനല്ലേ. ഇവനെങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് വന്നത്? അപ്പോൾ അവരെയൊക്കെ അറിയുന്നതാണല്ലോ. അത് നിസ്സാരമായിട്ട് കർത്താവിനെ കരുതുകയാണ് അവർ. യേശു അവരോട് ഉത്തരം എന്താ പറയുന്നത് അന്നേരം? നിങ്ങൾ തമ്മിൽ പിറുപിറുക്കൊന്നും വേണ്ട. ഒരു കാര്യമുണ്ട്, എൻ്റെ പിതാവ് ആകർഷിക്കാതെ നിങ്ങളാരും എന്നെ വിശ്വസിക്കുകയില്ല. എൻ്റെ പിതാവ് ആകർഷിക്കാതെ നിങ്ങളാരും വിടുവിക്കപ്പെടുകയുമില്ല. കാരണം നിങ്ങൾ എൻ്റെ അടുത്ത് വന്നാലേ നിങ്ങൾ വിടുവിക്കപ്പെടുകയുള്ളൂ. അപ്പം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഞാനാകുന്നു എന്ന് 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു. അപ്പോൾ ഈ അപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്താ അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റെ ക്രൂശ് മരണത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷിക്കപ്പെടും. അത് പിതാവിൻ്റെ വാഗ്ദത്തമാണത്. അതായത് കർത്താവിൻ്റെ മുൻപിൽ പ്രായശ്ചിത്ത യാഗമായിട്ട് പണ്ട്, അതായത് പഴയ നിയമത്തിൽ ആട്ടുകൊറ്റന്മാരെയാണ് യാഗമായിട്ട് കഴിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ആരാണ്? ആട്ടുകൊറ്റനായിട്ടാണ് കർത്താവ് യാഗം അർപ്പിക്കപ്പെടുവാൻ പോകുന്നത്. അപ്പം ദൈവപുത്രനായി മനുഷ്യപുത്രനായി വന്ന യേശു ക്രിസ്തു അവിടെ യാഗമായി തീരുമ്പോൾ പാപികളായ എല്ലാ മനുഷ്യരുടെയും അവരുടെ പാപത്തിനുള്ള ശിക്ഷ കർത്താവ് ഏറ്റെടുക്കുകയാണ്. കർത്താവ് ആ ശിക്ഷ ഏറ്റെടുത്തു എന്നുള്ള കാര്യത്തിൽ അവർ വിശ്വസിക്കുമ്പോഴാണ് അവർക്ക് ശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യരൊക്കെയും ശിക്ഷിക്കപ്പെടാൻ അർഹതപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് ആ ശിക്ഷയിൽ നിന്നും ഒഴിവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഏകമനുഷ്യനാൽ വന്ന പാപം ഏകമനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്താൽ അതിന് പകരമായി
ശിക്ഷ അനുഭവിച്ചു എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടും. വീണ്ടും കർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. നോക്ക്, അപ്പമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇനിയിപ്പോൾ കർത്താവ് പറയുന്നത് ഇതെൻ്റെ മാംസമാകുന്നു. വാസ്തവത്തിൽ എന്താ കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്? എൻ്റെ ശരീരം നുറുക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കർത്താവ് കൊടുക്കുന്നത്, അതായത് എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തരുന്നു എന്നുള്ള അർത്ഥമാണ് അവരതിനെടുത്തത്. ഇത് യഹൂദന്മാർ പറയുന്നുണ്ട്, ഇവൻ്റെ ശരീരം നമുക്ക് തിന്നാൻ തരുമെന്നോ, ഇതെന്തുവാ ഈ പറയുന്നത്, ഇതെങ്ങനെ കഴിയും എന്ന് പറഞ്ഞിട്ട് അവർ അന്യോന്യം ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ വീണ്ടും കർത്താവ് പറയുകയാണ്, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വീണ്ടും കർത്താവ് അവർക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ് പറയുന്നത്. എൻ്റെ മാംസം, അതായത് എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തിന്നാൻ തരും, അതുതന്നെയാണോ? എൻ്റെ രക്തവും കുടിക്കണം നിങ്ങൾ. അപ്പോൾ രക്തം ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എങ്ങനെ അവരുടെ ന്യായപ്രമാണത്തിൽ പറയുന്നത് രക്തത്തോടു കൂടി മാംസം ഭക്ഷിക്കരുതെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നു, ഞാൻ മാംസം, അതായത് മനുഷ്യ മാംസം അവർ തിന്നത്തില്ല, അപ്പോൾ മനുഷ്യൻ്റെ മാംസവും തരും, അതായത് എൻ്റെ രക്തവും ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ തരും. ഇത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് അവർക്കത് അനുഭവപ്പെടുകയാണ്. അപ്പോൾ കർത്താവ് പിന്നെയും പറയുകയാണ്, എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ മാംസം തിന്നുന്നവൻ, അതായത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാകാൻ പോവുകയാണ്, അതിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ വിടുവിക്കപ്പെടും, നിങ്ങൾ രക്ഷിക്കപ്പെടും. അത് തന്നെയുമല്ല, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം. അതായത് എങ്ങനെയാണ് രക്തം കുടിക്കുന്നത്? രക്തം കുടിക്കാൻ അവർക്ക് സാധ്യമല്ല. എന്നാലും കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം രക്തത്തിലാണ് ജീവൻ, അതായത് എൻ്റെ ജീവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ജീവനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നു, എൻ്റെ ശരീരത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നുറുക്കാൻ പോകുന്നു, അതിൽ നിങ്ങൾ വിശ്വസിക്കണം. അതായത് എൻ്റെ രക്തം, അതായത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന രക്തമാണ്. ആ രക്തത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, ആ കാൽവറി യാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കണം, ആ പ്രായശ്ചിത്ത യാഗത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഈ യാഗം കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾ ഈ യാഗം ഒന്നും കഴിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നും കൂടെ അതിനർത്ഥമുണ്ട്. ഈ യാഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളത് ഇൻറ്റേർണൽസ്, അത് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളണം. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ശരീരം നുറുക്കുന്നത്, എൻ്റെ രക്തം ചിന്തുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം ഈ തിന്നാനും കുടിക്കാനും എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അത് വാസ്തവത്തിലൊരു ആലങ്കാരിക ഭാഷ എന്ന് വെച്ചാൽ നമുക്ക് പറയാം രൂപകാലങ്കാരമെന്ന് മലയാളത്തിൽ പറയും, അതിൻ്റെ ഫിഗർ ഓഫ് സ്പീച്ച് നമ്മൾ പറയുകയാണെങ്കിൽ. എന്നാൽ കർത്താവ് പറഞ്ഞ ഈ കാര്യം അവർക്ക് വലിയ കഠിന വാക്കുകളായിട്ടാണ് അവർക്ക് തോന്നിയത്. അങ്ങനെ അവർ വീണ്ടും അതിനെക്കുറിച്ച് പിറുപിറുക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടം വിട്ടുപോകുന്നതായിട്ട് കാണുന്നു. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 11-ാമത്തെ വാക്യം, മാംസത്തിൻ്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അപ്പോൾ കർത്താവ് തൻ്റെ രക്തം ചിന്തിയത് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമാകാനാണ്.
അതുപോലെ തന്നെ എബ്രായ ലേഖനത്തിൽ പറയുന്നു 9-ാം അധ്യായം 22-ാമത്തെ വാക്യം, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ് രക്തം ചൊരിയുന്നതിൽ നിന്നും പ്രയോജനമായിട്ട് ഇവിടെ പറയുന്നത്. ഒന്ന്, പാപത്തിൻ്റെ മോചനം, അതായത് പാപം ക്ഷമിക്കപ്പെടുന്നു, ഫൊർഗീവ്നെസ്. അടുത്തത്, കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുന്നു, അതായത് പകരമായി രക്തം ചീന്തുമ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നില്ല. കാരണം പാപം ചെയ്ത വ്യക്തിയാണ് രക്തം അതായത് പ്രായശ്ചിത്തയാഗം കഴിക്കേണ്ടത്. പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ യാഗം കഴിച്ചിരുന്നു. എന്നാൽ ഇവിടെ കർത്താവ് യാഗമായി തീർന്നതുകൊണ്ട് വേറെ ഒരു യാഗത്തിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ശുദ്ധീകരണവും നടക്കുന്നു, അതായത് ഫൊർഗീവ്നെസ് വരുന്നു. അതുകൂടാതെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുന്നു, വിമോചനമുണ്ടാകുന്നു. 2 കാര്യങ്ങളാണ്, അതായത് ഫൊർഗീവ്നെസ് ആൻഡ് റിഡംഷൻ. ഈ 2 കാര്യങ്ങൾ രക്തം ചിന്തുന്നത് നിമിത്തം നമുക്ക് പ്രയോജനപ്പെടുന്നു. അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഉള്ള കാര്യം ഫൊർഗീവ്നെസ്സും വിമോചനവുമാണെന്ന് നാം മനസ്സിലാക്കുന്നു. 3 സിനോപ്റ്റിക് ഗോസ്പൽസിലും, അതായത് വിശുദ്ധ മത്തായിയുടെ, വിശുദ്ധ മാർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും സുവിശേഷത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ കർത്താവ് കർത്തൃമേശ അല്ലെങ്കിൽ അന്ത്യ അത്താഴം അവരോടുകൂടെ കഴിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞു. പിന്നീട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് കർത്താവ് തന്നെ നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാമത്തെ വാക്യം മുതൽ ഇതിനെക്കുറിച്ച് എങ്ങനെ ഈ കർത്തൃമേശ ആചരിക്കണമെന്നുള്ളത് പറയുന്നു. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നിവർത്തിച്ച ഈ വലിയ രക്ഷണ്യ പ്രവൃത്തി, അതായത് കാൽവറിയിലെ യാഗം, തന്നെ നുറുക്കി കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തിയത് നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയും നമ്മുടെ പാപത്തിൻ്റെ മോചനത്തിനു വേണ്ടിയുമാണ്. ഈ ഒരു കാര്യം നാം ചെയ്യുമ്പോഴൊക്കെയും നാം വളരെ ശ്രദ്ധയോടെ, ബഹുമാന പുരസ്സരം, നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഓർത്ത് അപ്രകാരം തന്നെ ചെയ്യുവാനായിട്ട് കർത്താവ് നമുക്ക് നിർദ്ദേശം തന്നിരിക്കും. ഇത് തന്നെ 1 കൊരിന്ത്യർ 5:7-8 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് മറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. ആകയാൽ
നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. അതായത് നമ്മൾ കർത്തൃമേശയിലേക്ക് അടുത്തു വരുമ്പോൾ നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാപങ്ങളെ നീക്കിക്കളയുക, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക, കർത്താവിനോട് നിരപ്പ് പ്രാപിപ്പാൻ തക്കവണ്ണം മനസ്താപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് കർത്തൃസന്നിധിയിലേക്ക് അടുത്തു വന്ന് വേണം നാം ഈ കർത്താവിൻ്റെ മേശയിലേക്ക് കൈ നീട്ടുവാനും കർത്താവിൻ്റെ മേശ അനുഭവിപ്പാനും. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ വലിയ ശിക്ഷാവിധി ഉണ്ടാകുമെന്നും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ പറയുന്നു. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നതെന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവീൻ. ഐസയ 55:2. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൻ്റെ ഓർമ്മയ്ക്കായി പ്രതീകാത്മകമായിട്ടാണ് അപ്പവീഞ്ഞുകളെ നാം ഭക്ഷിക്കുന്നത്. ഇവിടെ വസ്തുമാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എങ്കിൽ തന്നെയും സ്വയം പരിശോധിച്ച് അനുതാപ ഹൃദയത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ നാം ഇതിൻ്റെ പങ്കാളികളായി തീരേണ്ടതാകുന്നു. ഈ ഉപയോഗിക്കുന്ന വസ്തുക്കളല്ല നമ്മെ രക്ഷിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശിൽ സാധിച്ച പാപക്ഷമയാലും വിടുതലാലും അതിന് കാരണഭൂതനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുമാണ് നാം പൂർണ്ണ ആശ്രയം വയ്ക്കേണ്ടത്. ആ വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകും. ഒടുക്കത്തെ നാളിൽ കർത്താവ് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിത്യതയിൽ പ്രവേശിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ അപ്പവീഞ്ഞുകളെ ഭക്ഷിക്കുമ്പോഴൊക്കെയും നാം വളരെ നന്ദിയുള്ളവരായിരിക്കണം. ദൈവസ്നേഹത്താലായിരിക്കണം അത് ചെയ്യുന്നത്. തന്നെയുമല്ല, ക്രിസ്തുവിൽ പൂർണ്ണ ആശ്രയം വയ്ക്കുകയും വേണം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.